മൂന്നാർ പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കാൻ എത്തിയവരെ എഞ്ചിനീയറിംഗ് കോളേജ് അധികൃതരും പോലീസും ചേർന്ന് തടഞ്ഞു. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തിനൊടുവിൽ 3 മണിക്കൂറിനു ശേഷം മൃതദേഹം സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. മൂന്നാർ ന്യൂ കോളനി സ്വദേശി പി പരമശിവന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. മൂന്നാർ MG കോളനിക്ക് സമീപമുള്ള പൊതുശ്മശാനത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് മൃതദേഹം സംസ്കരിക്കുന്നതിനായി ബന്ധുക്കൾ കുഴിയെടുത്തിരുന്നു. സംസ്കാരത്തിനായി മൃതദേഹം എത്തിച്ചതോടെയാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭൂമിയാണിതെന്നും സംസ്കരിക്കാൻ സമ്മതിക്കില്ലെന്നും അറിയിച്ച് കോളേജ് അധികൃതർ രംഗത്തെത്തിയത്. വർഷങ്ങളായുള്ള പൊതുശ്മശാനമാണിതെന്നും മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കുമെന്നും ബന്ധുക്കളും മറ്റും അറിയിച്ചതോടെ പ്രശ്നം രൂക്ഷമായി. இந்த காலனியில் இருக்கக்கூடிய இடத்த முந்தா நாள் பரமசிவன் சொல்லக்கூடிய காலனியில் இருக்கக்கூடிய ஒருத்தர் மரணப்படுறார். அவரை நேற்றைக்கு அடக்கம் பண்ணுறதுக்கு கொண்டு வரும்போது இன்ஜினியரிங் காலேஜில் உள்ள ஆளுகள் அதை தடைஞ்சு நிறுத்தவும், மரணப்பட்ட டெட் பாடியை கூட அதில் அடக்கம் பண்ண விடாத அளவில் இன்ஜினியரிங் காலேஜுக்குள்ள இடம்னு சொல்லி மிகப்பெரிய பிரச்சனை உண்டாக்குனாங்க. பொதுமக்கள், பஞ்சாயத்து மெம்பரு, 10ஆம் வார்டு மெம்பரு, அதே மாதிரி 9ஆம் வார்டு மெம்பர் மார்ஷ் பீட்டர், நாங்கள் எல்லாம் சேர்ந்து காலனியில் இருக்கக்கூடிய பொதுமக்கள் அடக்கம் உள்ள ஆளுகள் எல்லாம் போராட்டம் பண்ணினதுக்கு அப்புறம் தான் பரமசிவத்தினுடைய பாடியை அங்கே அடக்கம் பண்ண முடிஞ்சிச்சு. വിവരമറിഞ്ഞ് മൂന്നാർ പോലീസ് എത്തിയെങ്കിലും ഭൂമി കോളേജിന്റേതാണെന്നും സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്നും പോലീസും അറിയിച്ചതോടെ പ്രശ്നം വീണ്ടും രൂക്ഷമായി. പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് മൃതദേഹം സംസ്കരിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നറിയിച്ച ശേഷം പോലീസ് മടങ്ങിയതോടെ നാട്ടുകാർ അവിടെ തന്നെ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.